നമസ്കാരം. നിയമം ലംഘിക്കാനുള്ളതാണെന്ന തോന്നൽ ചിലർക്കെങ്കിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായിലും അപകടങ്ങൾ കുറയുന്നില്ല. നിരവധി റോഡ് അപകടങ്ങളാണ് ദുബായിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദുബായിലെ റോഡ് സുരക്ഷയെക്കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2024 ദുബായിലെ റഡാർ ക്യാമറകൾ പിടിച്ചെടുത്തത് 20,70,338 ട്രാഫിക് നിയമലംഘനങ്ങളാണ്. ഇതൊരു ചെറിയ കണക്കല്ല എന്നുള്ളത് എടുത്തു പറയണം. എമിറേറ്റിലെ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. റോഡ് സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും പൊതുജന അവബോധം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെയും ആവശ്യകത ഈ കണക്കുകൾ എടുത്തു കാണിക്കുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണകൂടം. നഗരത്തിലെ അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലേക്കും സ്ഥിതിവിവര കണക്കുകൾ വെളിച്ചം വീശുന്നുണ്ടെന്ന് പറയണം. ഇതിന്റെ ആദ്യത്തെ കാരണമെടുത്ത് പരിശോധിച്ചാൽ പെട്ടെന്നുള്ള ലൈൻ മാറ്റങ്ങളാണ് ഈ പട്ടികയിൽ ഒന്നാമത്. ഇത് 676 അപകടങ്ങൾക്ക് കാരണമായതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുന്നതിനുള്ള വീഴ്ചയാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിൽ രണ്ടാമത്തെ വില്ലൻ. ഇതുമൂലം കഴിഞ്ഞ വർഷം ഉണ്ടായത് 518 അപകടങ്ങളാണ്. വേഗപരിധി മറികടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. റഡാർ നിയമലംഘനങ്ങൾക്ക് ശേഷം അനുചിതമായ പാർക്കിംഗ് ആണ് തൊട്ടടുത്തതായുള്ളത്. കൂട്ടിയിടികൾ തടയാൻ വാഹനങ്ങൾക്കിടയിൽ മതിയായ അകലം സൂക്ഷിക്കുന്നത് പോലുള്ള അടിസ്ഥാന ഡ്രൈവിംഗ് തത്വങ്ങൾ പാലിക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടി അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഡ്രൈവർമാർ വേഗത പരിധി ലംഘിച്ച കുറ്റങ്ങളാണ് റഡാർ ക്യാമറകൾ പകർത്തിയ നിയമലംഘനങ്ങളിൽ തൊട്ടടുത്ത് വരുന്നത്. വേഗപരിധി മണിക്കൂറിൽ 30 കിലോമീറ്ററിൽ കൂടുതൽ കവിഞ്ഞ 20 ലക്ഷത്തിലധികം സംഭവങ്ങളാണ് റഡാർ ക്യാമറകൾ പിടിച്ചെടുത്തത്. എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷയ്ക്കായി വേഗപരിധി പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണിതെന്ന് അധികൃതർ പറയുന്നുണ്ട്. 1.5 ലക്ഷത്തിലേറെ പാർക്കിംഗ് നിയമലംഘനങ്ങളും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗതാഗത ചിഹ്നങ്ങളും റോഡ് ചട്ടങ്ങളും പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1,29,263 ലംഘനങ്ങളും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ അവഗണിച്ച് മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങളിൽ വാഹനം ഓടിച്ചുകൊണ്ട് 95 ഡ്രൈവർമാർ സ്വയം അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ടുകളിലുണ്ട്. സിഗ്നലുകളിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ച് 34,542 കേസുകളും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ച് 87,321 കേസുകളും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇതിനു പുറമെ 87,194 വാഹനങ്ങൾ റോഡുകൾ തടസ്സമുണ്ടാക്കിയതിന് പിടിക്കപ്പെട്ടിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത 64,233 ഡ്രൈവർമാരെ പിടികൂടിയിരുന്നു. ലളിതവും നിസ്സാരവുമാണെന്ന് ചിലർ തെറ്റായി വിശ്വസിക്കുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾ നിരപരാധികളെ ദ്രോഹിക്കുന്ന ദാരുണമായ അപകടങ്ങളിൽ കലാശിക്കുന്നുണ്ടെന്ന് പറയണം. ട്രാഫിക് നിയമലംഘനങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് ചില ഡ്രൈവർമാരുടെ അവബോധമില്ലായ്മയാണ് മറ്റൊരു പ്രധാന കാരണം. 70% റോഡ് അപകട മരണങ്ങൾക്ക് കാരണമായത് 5 കുറ്റകൃത്യങ്ങളാണ്. അശ്രദ്ധമായ ഡ്രൈവിംഗ്, പെട്ടെന്നുള്ള വ്യതിയാനം, ടെയിൽ ഗേറ്റിംഗ്, അശ്രദ്ധ, ലൈൻ അച്ചടക്കത്തിൻ്റെ അഭാവം എന്നിവയാണവ. 98% അപകടങ്ങളും സംഭവിക്കുന്നത് നല്ല കാലാവസ്ഥയിലും വ്യക്തമായ റോഡ് സാഹചര്യങ്ങളിലുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.